ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ശരിയാണ്, ഒരുപാട് കാലമായി പുതിയ പുതിയ എപ്പിസോഡുകളും പുതിയ പുതിയ സ്റ്റോറികളും ഇട്ടിട്ട് ഇന്നേക്ക് ഒരു തിരിച്ചു വരവല്ലെങ്കിലും ഒരു നല്ല വരവ് വരാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ കഥ പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഇന്നേ ദിവസം, അതായത് കൃത്യം പറഞ്ഞാൽ 8/10/2022 ആണ് ആ അത്ഭുതം നടന്നത്. എന്തായിരുന്നു എന്തായിരുന്നു എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതൊരു ജൂപ്പിറ്റർ പ്രതിഭാസമാണ്. സ്റ്റാറ്റസ് എടുത്താലും സ്റ്റോറി എടുത്താലും സ്നാപ്പ് എടുത്താലും എല്ലായിടത്തും ജൂപ്പിറ്റർ. എന്താണ് ജൂപ്പിറ്ററിന് ഇന്ന് ദിവസം ഈ രാത്രി എന്താണ് അതിന് പ്രത്യേകത? ഒരു അപൂർവ കാഴ്ചയാണെന്നാണ് ഞാൻ അറിഞ്ഞിടത്തോളം. നാസയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അതാണ് പറഞ്ഞു തന്നത്. തമാശക്കാരനാണ് അത്. ഒരു എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ അല്ലെങ്കിൽ ഒരു 100 വർഷം നമ്മൾ ജീവിക്കുന്നില്ലല്ലോ. അടുത്തൊരു 65 വർഷങ്ങളൊക്കെ ആകുമ്പോൾ ജീവനോടെ ഉണ്ടാവട്ടെ എല്ലാവരും. അപ്പം നിങ്ങൾക്കൊന്നും കൂടി കാണാം. ഇപ്പം മിസ് ചെയ്തതുകൊണ്ടാണ് ഞാൻ പറയാനുള്ളത്. അതൊരു ജൂപ്പിറ്റർ അടുത്ത് കാണുന്ന കാഴ്ചയാണെന്ന് വെച്ചാൽ ഒരു പരിധി വരെ. ഒരു ചന്ദ്രൻ്റെ അപ്പുറത്തൊരു പുള്ളിയുണ്ട്, അതാണ് ജൂപ്പിറ്റർ എന്നേ ഉള്ളൂ. അല്ലാതെ ആ ജൂപ്പിറ്ററുടെ വട്ടോ അല്ലെങ്കിൽ അത് ചുറ്റുന്ന ഒന്നും നമുക്ക് വ്യക്തമല്ലല്ലോ. ഒരു ദിവസം നമ്മളും എലോൺ മസ്കിൻ്റെ ഒപ്പം തന്നെ എല്ലാവർക്കും അവിടെ എത്തിച്ചേരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ജൂപ്പിറ്ററിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കും ജൂപ്പിറ്ററിൻ്റെ ഇടയിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ബന്ധമല്ല, ഒരു ചുമ്മാ കരിക്ക് ട്യൂണിൽ ഇറങ്ങിയൊരു പാട്ടുണ്ടായിരുന്നു. വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടായിരുന്നു ജൂപ്പിറ്ററുമായതുള്ളത്. അന്ന് ജൂപ്പിറ്റർ 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 എന്ന് പറഞ്ഞ് വാടിക്കൊത്തിർന്നതാണ്. പക്ഷെ ജൂപ്പിറ്ററിൽ മഴ പെയ്യുമെന്നുള്ള പോലും എനിക്കറിയില്ല. അപ്പോൾ എന്തായിരിക്കും ബന്ധം എന്നായിരിക്കും. വെറുതെ ഒരു കൗതുകം. ജൂപ്പിറ്ററിനുള്ളിൽ ഡിസ്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ജൂപ്പിറ്റർ ചുറ്റുകറങ്ങുന്നത്, അത് പണ്ടെന്തോ ഏലിയൻ ഷിപ്പായിരുന്ന എൻ്റെ ഒരു തിയറി ഓഫ് ക്ലീഷേ. അതൊരു ഫണ്ണ്. അങ്ങനെ ഒരുപാട് ക്ലീശേ സാധനങ്ങളുണ്ട്, അതിലോട്ടൊക്കെ നമുക്ക് എത്താം. അതായിരുന്നു ഇന്നത്തെ ജൂപ്പിറ്റർ സ്റ്റോറി. നമുക്കൊരു മെയിൻ ടോപ്പിലേക്ക് തന്നെ കിടക്കാം, അല്ലേ? മിഡിൽ ക്ലാസ്. ആരാണ് മിഡിൽ ക്ലാസ്? നിങ്ങളാണോ അല്ലെങ്കിൽ ഞാനാണോ? അത് എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം കറണ്ട് സിനാരിയോയിൽ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തന്നെ യൂസ് ചെയ്യണതാണ് ഞാൻ മിഡിൽ ക്ലാസ് ആണ്, അതുകൊണ്ട് അല്ല എനിക്ക് സാധാരണ മിഡിൽ ക്ലാസ്സുകാർ ഇങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ പല കണ്ടൻസും ഇതൊക്കെ കാണാറുണ്ട്. ഒരു മിഡിൽ ക്ലാസ് ഒരു പ്രശ്നമാണ് എന്നല്ലെങ്കിൽ അതൊരു പ്രോബ്ലം ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എപ്പോഴും എന്താ പറയുക, ഒന്നില്ലാത്ത, അപ്പോൾ ധനുഷിൻ്റെ അടുത്തിറങ്ങിയ ഒരു പടത്തിൽ വരെ സബ് ടൈറ്റിലാണെങ്കിൽ വെട്ട കഷത്തിൽ മിഡിൽ ക്ലാസ് പേഴ്സൺ. പക്ഷേ ധനുഷ് അത്രത്തോളം അങ്ങനെ പറയണില്ല. എന്നാലും അതൊരു നമ്മളാരും എന്താ പറയുക താവാൻ തയ്യാറാവാത്ത പോലെ നമ്മൾ ലോവർ ക്ലാസ് ആണ്, അല്ലെങ്കിൽ നമ്മളെങ്ങനെ മിഡിൽ ക്ലാസ് ആവും? കാരണം നമ്മുടെ ഒരു താഴെയുള്ള ഒരാൾ, അത് സാമ്പത്തികപരമായിട്ട് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ, നിങ്ങൾ എന്ത് മേഖലയിലാണോ അതിന് വിലയിരുത്തിയത് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു മേഖലയിൽ എന്താ പറയുക തളർന്നിരിക്കുന്ന, അല്ലെങ്കിൽ തളരുന്നതിന് പ്രശ്നമില്ല, കുറച്ച് താഴ്ന്നിട്ട് ഒരാളെ മുന്നിൽ നോക്കൂ, നിങ്ങളൊരു ഹൈ പ്രൊഫൈലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഹയർ ക്ലാസ് ലെവട്ട പോലെ അല്ലേ അയാൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ പോലത്തെ ഒരു ജീവിതമാണെങ്കിൽ, അപ്പോൾ നിങ്ങളൊരു ഹയർ ക്ലാസ് അല്ലേ. അല്ലാതെ നമ്മളെപ്പോഴും മിഡിൽ ക്ലാസ് ആണ് നമ്മൾ പാവങ്ങളാണ്. വൈ ദിസ് സിമ്പതി? കാരണം എല്ലാവരും മിഡിൽ ക്ലാസ് ആണ്, എല്ലാവരും ലോവർ ക്ലാസ് ആണ്, എല്ലാവരും ഹയറാണ്. ആരും അംബാനിയും മോദിയും ഒന്നല്ല, സോറി പ്രൈം മിനിസ്റ്റർ ഞാൻ പറയണില്ല, എന്നാലും അത്ര ഹയർ പ്ലേസിലുള്ള ആൾക്കാർ ഒന്നല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മിഡിൽ ക്ലാസ് ആണ്. ഈ അംബാനി വെച്ച് നോക്കുമ്പോൾ യൂസുഫ് അലി മിഡിൽ ക്ലാസ് ആണ്. പക്ഷേ ഈ ഒരു മിഡിൽ ക്ലാസ് പാവങ്ങൾ ഇതിലൊക്കെ ഒരു കൈൻഡ് ഓഫിലേ വരുള്ളൂ. കാരണം എല്ലാവർക്കും നല്ലൊരു ഗുഡ് ടൈംസ് ഉണ്ടാവും, ബാഡ് ടൈംസ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങൾ ഗുഡ് ടൈമിനായി നിങ്ങളെ വെയിറ്റ് ചെയ്യുക, അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കില്ല, അതിനു വേണ്ടി വർക്ക് ചെയ്യുക, അതിനു വേണ്ടി സ്ട്രഗിളുകളും ഫേസ് ചെയ്യുക, സ്ട്രഗിൾസും ഫേസ് ചെയ്യുക, അതിനോട് മുന്നോട്ട് പോരാടുക. അല്ലാതെ അത് ഞാൻ പലപ്പോഴും ചിലതിലൊക്കെ ഉണ്ടാവും മിഡിൽ ക്ലാസ്സുകാർ ചെയ്യുന്നത് ഇങ്ങനെ, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സുകാർ ഇങ്ങനെ. അപ്പോൾ ഒരു കൈൻഡ് ഓഫിൽ വരുമ്പോൾ എല്ലാ ജനങ്ങളെ എന്ന് പറയുന്നതിന് ഒരു സിമ്പതി ഓഫ് ടൈപ്പിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം അതൊരു വിലയിരുത്താൻ കഴിയണതോ അല്ലെങ്കിൽ അത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല മിഡിൽ ക്ലാസ് എന്നുള്ളത്. അത് പലയിടത്തും അത് ഒരു പാവം പിടിച്ച പയ്യൻ, മിഡിൽ ക്ലാസ് പയ്യൻ, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സുകാരുടെ സ്വപ്നങ്ങൾ, അങ്ങനെയല്ലല്ലോ. സ്വപ്നം കാണാൻ ആർക്കും കാണാൻ പറ്റും. അപ്പോൾ പലപ്പോഴും സന്തോഷ് ചെറുപ്പക്കാരെ തന്നെ ഡയലോഗ് എടുക്കാം,
നിങ്ങൾ ബുർജ് ഖലീഫിൻ്റെ താഴെ നിന്ന് കാണുന്ന സ്വപ്നവും നിങ്ങൾ സാധാരണ നിങ്ങൾ നാട്ടിൽ നിന്ന് കാണുന്ന സ്വപ്നങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. അത് അത് അവിടുന്ന് കാണുന്ന ഉറങ്ങിയിട്ടുള്ള സ്വപ്നം കൊണ്ടും എല്ലാം കൊണ്ടല്ല, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സും അവിടുത്തെ ഏറ്റവും ഡെവലപ്പായിട്ടുള്ളൊരു ഇതാണ്. അപ്പം അത് കാണുമ്പം അത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ അതിൻ്റേതായ പല ചർച്ചകളും ആയിട്ട് നമ്മൾ മനസ്സിൽ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ നല്ലൊരു പ്ലേസ് എത്തുമ്പോൾ നല്ലതായ എക്സ്പോഷർ ആയിട്ടുള്ള ഇപ്പം നമുക്കൊരു ക്ലീഷ തിയറി പലപ്പോഴും പല കാര്യത്തിലുണ്ട്, ഇന്നതേ നടക്കൂ എന്നുള്ളത്. പക്ഷെ അതിനെ ഓപ്പോസിറ്റ് നടന്നിട്ടും തരണം ചെയ്തു വന്ന ആൾക്കാരിലെ ഇതുണ്ടാവും. പ്രത്യേകിച്ച് ബുർജ് ഖലീഫ എന്നൊക്കെ ആൾ എക്സാമ്പിൾ വരാൻ കാരണം ലോകത്തിലെ ഏകദേശം എല്ലാ പ്ലേസസിലും ആൾക്കാരും വരാറുണ്ട്. ഇപ്പോൾ എക്സ്പോ ആയിട്ടും പക്ഷേ അതിന് മുമ്പാണെങ്കിലും അത് ശേഷമായിട്ടാണെങ്കിലും UAE കൺട്രിയിലും. അപ്പം അതിൻ്റേതായ ഡിഫറൻസുകളുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നെ ആള് കുറച്ച് വിട്ടു പോയതായിരുന്നു. അപ്പോൾ അയാൾ ഇവിടെ എത്തുമ്പോൾ അയാൾ പറഞ്ഞു എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യത്തിലാണ് അയാൾ പറയുന്നത്. അയാൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്, അത് പൊതുവെ എല്ലാവരും കൂടി പറഞ്ഞു ഇതാണ് ഭാവി, അല്ലെങ്കിൽ ഇതാണ് അത് മാത്രമാണ്, അല്ലെങ്കിൽ ഇതിലെടുത്തവനെ രക്ഷപ്പെടുള്ളൂ എന്ന് പറയുന്ന അയാൾ, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ച ആൾ ഇത് പുറത്തോട്ട് പോയി. ആൾക്ക് പഠനത്തിൻ്റെ ആവശ്യത്തിനാണ്, പക്ഷേ ആൾ എഞ്ചിനീയറിങ് എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പഠിക്കാൻ പോകുന്ന സമയത്ത് അയാൾ ഇപ്പോൾ നമ്മളെ കോഴിക്കോടങ്ങാടി എടുത്താൽ കാണാം അത്യാവശ്യം നല്ല, ഇപ്പോൾ ഞാൻ മലപ്പുറത്താണുള്ളത്, അവിടുന്ന് വെച്ച് നോക്കുമ്പോൾ വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചേഴ്സും അത്യാവശ്യം നല്ല ബിൽഡിങ്സും ഒക്കെ ആകുമ്പോഴും അയാൾ വിശ്വസിച്ചു സിവിൽ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു സിവിൽ എഞ്ചിനീയർ വരുമ്പോൾ ഇവിടുത്തെ ഒരു വീട് വെക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി വലിയ വലിയ ഫ്ലാറ്റുകളും വലിയ വലിയ വർക്കുകളും അതിൻ്റെ ടഫ്നെസ്സൊക്കെ ഹാൻഡിൽ ചെയ്യണ ഒരു പേഴ്സൺ. അത് ഇത്രത്തോളം കുറേ വർക്കും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു വീടിൻ്റെ വർക്കാണോ അതോ ഒരുപാട് ആൾക്കാർക്കല്ലേ, ഒരു 10-20 വീടിനത്തോളം വീടിൻ്റെ അതെ വീടിൻ്റെ പോലെ ആൾക്കാരുകൾ താമസിക്കുന്ന സ്ഥലത്തല്ലേ ഫ്ലാറ്റും ബാക്കി ഇതാണെങ്കിലും. അപ്പം അങ്ങനെ വരുമ്പോഴും അയാൾ വിശ്വസിക്കുന്നു ഇവിടുത്തെ ആൾക്കാർക്കും ഇതുണ്ട് എന്നുള്ളതും. അങ്ങനെ വീട്ടിൽ കാണുമ്പം വിട്ടുപോകുമ്പം അതിൻ്റേതായ മാറ്റങ്ങളും അല്ലെങ്കിൽ അയാൾക്ക് അതിൻ്റെ എക്സ്പ്ലോറേഷനും കിട്ടും. പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ കുട്ടിഘോഷിക്കുന്ന, അല്ലെങ്കിൽ കുട്ടിഘോഷിക്കുന്നതെന്ന് പറഞ്ഞില്ല, എന്താ പറയുക, അലോൺ അല്ലെങ്കിൽ സാഡ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ തന്നെ ബോണോ ഇൻസ്റ്റാഗ്രാം എന്ന ഒരു പേജ് അല്ലെങ്കിൽ ഓല് നടത്തുന്നുണ്ട്. അതൊരു കമ്മ്യൂണിറ്റി ആണോ വെച്ചാൽ അറിയില്ല. അത് പോലെ കുറച്ചും കൂടി മോട്ടിവേഷൻ ചെയ്യാനും അല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനൊക്കെ ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യാനും, അല്ലെങ്കിൽ ഇത് ഇന്നതൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ചെയ്താൽ അടിപൊളിയാവും എന്നുള്ള പറയുന്നത് ഒരു ഓർഗനൈസേഷൻ വേണമെങ്കിൽ പറയാം. അതിൽ ഇടയ്ക്ക് പോലും പറയുന്നുണ്ട് സാഡ്നെസ്സിൽ പോലും അത്ര വാല്യൂ കൊടുക്കാറില്ല, അല്ലെങ്കിൽ എന്തൊക്കെ വാല്യൂ നിങ്ങൾ കൊടുക്കും എന്നുള്ളതിൽ നിങ്ങൾ ഹാപ്പിയർ ആയിട്ടുള്ള മൂമെൻറ്റ്സ് ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ പുതിയ പുതിയ ഡ്രസ്സുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ ഫാഷൻ സ്റ്റൈൽ ചെയ്യുക എന്നുള്ള പല ഒരു ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾ സാഡസ്റ്റ് ആയിട്ടുള്ള പാർട്ടുകൾ അതിൽ ഷെയർ ചെയ്യാന്നില്ല. അതുപോലെ ആൻസർ ഞാൻ കണ്ടിട്ടില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അപ്പോൾ നമ്മൾ യൂമിൽ കഞ്ഞി ലൈക്ക് ദാറ്റ് സോങ്, അങ്ങനെ സോങ്ങുകൾ അല്ലെങ്കിൽ ലൈഫ് മുഴുവൻ തകർന്നു പോയേ, അത് ഈ പറയുന്നത് അറ്റ് ദ ഏജ് ഓഫ് 18 19 20 ലൈഫ് ഓൺ ആൻഡ് ആവറേജ് എല്ലാവർക്കും ഒരു 60യോളം വിഷ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇട്ടിട്ട് ഈ പറഞ്ഞ എനിക്കിടയ്ക്ക്. അപ്പം ആ ഒരു 60 ഏജിൽ ഒരു 1/3 കഴിഞ്ഞിട്ടുള്ളൂ. അതും അതിലൊരുപാട് കാര്യങ്ങൾ അറിയണതും കുറേ കാര്യങ്ങൾ പഠിക്കണതും കുറേ വളർന്നു വരുന്ന സമയമാണ്. അതിൻ്റെ അപ്പുറം ആസ് എ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളെന്താണെന്ന് തെളിയിക്കാനും നിങ്ങളെ ആരാണെന്ന് അറിയിക്കാനുള്ളൊരു ഇതാണ്. അല്ലാതെ അവിടത്തോളം ജീവൻ കഴിഞ്ഞു അല്ലെ മരിച്ചു പോകുന്നതല്ല പറഞ്ഞത്. പക്ഷേ ലൈഫ് ഭയങ്കര ഡള്ളാണ്, ശരിയാണോ? ചിലപ്പോൾ നമ്മളാരും പൈസക്കാരായിട്ടായിരിക്കില്ല ജനിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊക്കെ പൈസ ഇല്ല എന്നുള്ളതായിരിക്കും. പക്ഷെ മരിക്കുമ്പം നമുക്ക് പൈസ ഉണ്ടാക്കാൻ ഒരുപാട് നല്ലൊരു മേഖലയിലൂടെ നിങ്ങൾ കടക്കട്ടെ, നല്ലൊരു മേഖലയിലൂടെ തന്നെ നിങ്ങൾ യാത്ര ചെയ്യട്ടെ. അങ്ങനെ നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കാൻ ഒരുപാട് മേഖലകൾ ചെയ്യാം ആസ് എ ക്യാഷ് ഒരു ഇതാണെങ്കിൽ. അല്ലാതെ തന്നെ ഒരുപാട് അല്ലാതെ തന്നെ ഒരുപാട് ഇതുണ്ടല്ലോ. ഇപ്പോൾ നമുക്കൊരു നല്ലൊരു പേഴ്സൺ ആകണമെന്ന് ആൾക്കാരെല്ലാവരും തെളിയിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു മുദ്ര ഒരു ഹിസ്റ്ററിയിൽ ആസ് ഒരു പാർട്ടാവാനും നിങ്ങൾ കഴിയാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയാണ്. ഞാൻ ഒരിക്കലും ഈ എന്താ പറയുക മരിക്കുമ്പോൾ നീ ധനികനായിരിക്കും മറ്റേ KGF അമ്മേൻ്റെ വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമ്മളൊരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ശരിയാണ്, KGF നല്ലൊരു മൂവിയാണ് അല്ലെങ്കിൽ ഒരു മാസമാണെന്നൊക്കെ പറയുമ്പോഴും അതിലും അത്ര നല്ലൊരു സന്ദേശമാണോ ഒരു മകനോട് നീ പൈസക്കാരനാവണം, നീ ഏത് രൂപത്തിലും ബാക്കിയുള്ളവരെ ഉപദ്രവിച്ചിട്ടും ബാക്കിയുള്ളവരെ പ്രയാസപ്പെടുത്തിയിട്ടും നീ പൈസക്കാരനാവണം, അത് ഒരു സ്വാർത്ഥത അല്ലെങ്കിൽ ഒരു ഏകാധിപതിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലല്ലേ? അങ്ങനെയല്ലല്ലോ. നമ്മളതുകൊണ്ട് ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ട്
ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി വരാതിരിക്കണമെന്നല്ല, കഴിയണം ബെറ്റർ ആക്കാൻ നോക്കുക. അല്ലാതെ നമ്മൾ ബാക്കിയുള്ളവർ ഉപദ്രവിച്ചിട്ട് നമ്മളെ നല്ലതിന് വേണ്ടി മാത്രം ഓലെ യൂസ് ചെയ്യുക, പിന്നെ ഒരു വേണ്ട ലൈക്ക് ദാറ്റ്, അതൊക്കെ കഴിയണതും ഒഴിവാക്കുക. പലപ്പോഴും അങ്ങനെ പലവരോടും നമ്മൾ യൂസ് ചെയ്യണ പോലെ ഫീൽ ചെയ്യാത്ത ഫീൽ ചെയ്യാതെ നമ്മളങ്ങനെ ചെയ്യാതിരിക്കുക. നമുക്ക് എന്ത് റിസ്ക് ഉണ്ടെങ്കിലും എന്ത് ഹാപ്പിയർ ആക്കണ മൊമെൻ്റ് ആണെങ്കിലും അത് ഏറ്റവും കൂടുതൽ നമ്മൾ ആഘോഷിക്കുക, നമ്മളതിൽ ദുഃഖിക്കുക. ദുഃഖി തളർന്നു പോകാനെന്നല്ല പറഞ്ഞത്, ആ ദുഃഖത്തിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ രണ്ടാൾക്കാർ പറ്റിച്ച്, അല്ലെ യുവിനെ പറ്റിച്ച് കഴിഞ്ഞല്ലോ, ശിവുവിനെ വഞ്ചിച്ചല്ലോ എന്ന് പറഞ്ഞ് നിൽക്കണേന് പകരം ആ അവർ പറ്റിച്ച്, അപ്പം അവർ പറ്റിക്കാൻ എന്തെങ്കിലും റീസൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളതിൽ പറ്റിക്കപ്പെടാനല്ലേ, ആ റീസൺസ് നിങ്ങളൊന്ന് ആലോചിക്കുക. അത് ഇനിയൊരാളിൽ അങ്ങനെ നമ്മൾക്ക് പറ്റിക്കപ്പെടാതിരിക്കുക. പക്ഷെ അങ്ങനെ കൊണ്ട് തന്നെ എല്ലാവരോടും ആ സംശയം കണ്ടുകൊണ്ട് നോക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നോക്കുക, പക്ഷെ കുറച്ചും കൂടി പ്രിക്കോഷൻ എടുക്കുക. കാരണം ഒരു വട്ടം പറ്റിച്ചത് തന്നെ പിന്നെയും ആക്കുമ്പോൾ കുറച്ചും ഡൗൺ ആവും. ശരിയാണ്, ഒരാൾ വഞ്ചിക്കുക എന്നുള്ളത് അത്ര നല്ലൊരു കാര്യമല്ല. അതിൽ പെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ അതിൻ്റേതായ രൂപത്തിലോട്ട് നീക്കുക, മുന്നോട്ട് നീക്കുക. എപ്പിസോഡുകൾ അതിന് മടി കൂടാതെ ഇടാം. ഒരു ഒന്നിനിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമായിട്ട്, കൃത്യമായിട്ട് ഡേറ്റ് ഞാൻ പറയാം, തിങ്കൾ ശനി അങ്ങനെ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഏതൊക്കെയാണ് ഡേറ്റ് എന്ന് ഞാൻ പറയാം മുന്നേ ഇനി വരാൻ പോണ എപ്പിസോഡുകളിൽ. ഇപ്പോഴും ആ ബ്രീത്തിങ് ഇഷ്യൂ ഒരു ഇഷ്യൂ ആണ്. ഞാൻ നോയിസ് ക്യാൻസലേഷനും ബാക്കി ആപ്പിളൊക്കെ യൂസ് ചെയ്ത് ചെയ്യണം എന്നൊരായിക്കുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു റോ ക്വാളിറ്റി എവിടേക്കോ മിസ്സാവുന്നുണ്ട്. പക്ഷെ കഴിയുന്ന രൂപത്തിൽ വല്ലാണ്ട് ഒരു ഓവറായിട്ടുള്ള നോയിസ് ക്യാൻസലേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ളതൊന്നും പറയരുത്, കാരണം പോഡ്കാസ്റ്റ് കുറച്ചും കൂടി റോ ആയിട്ടുള്ളത് ആണ് ഇടാൻ താല്പര്യം. കാരണം ഇതൊരു ഉണ്ടാക്കി വെച്ചിട്ടില്ല ഒരു ചട്ടക്കൂടിൽ എന്ന് പറയലല്ലോ. ഒരു ഇന്നിപ്പോൾ ജുപ്പിറ്റർ എന്ന് തുടങ്ങിയതാണ്, പാലയിലോട്ട് പലതിലോട്ട് എത്തി. അങ്ങനെ പലയല്ല, അങ്ങനെ പല കാര്യങ്ങളിലോട്ട് എത്തും. അത് നമുക്ക് ഒരാഴ്ചയിലോ കുറച്ചും കൂടി പോളോ അങ്ങനെ എന്തെങ്കിലും രൂപത്തിലേക്ക് ഇട്ടിട്ട് കുറച്ചും കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചും എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുന്നു. കാരണം ഞാൻ കാണുന്ന പോസിറ്റീവായിട്ടുള്ള വേവ്, നെഗറ്റീവായിട്ടുള്ള വേവ് പല കാര്യത്തിലുണ്ട്. നമുക്ക് കിട്ടുന്ന എപ്പിസോഡുകളായിട്ട് ഇനിയും വരണം. അടുത്ത എപ്പിസോഡിൽ സ്ത്രീകളുടെ ഡ്രൈവിങ്ങും, അല്ലെങ്കിൽ പലപ്പോഴും നാട്ടിലുള്ള ആൾക്കാരുടെ പെരുമാറ്റങ്ങളും, അങ്ങനെ പല കഥകളും നമുക്ക് വേണമെങ്കിൽ പറയാം. പരിദൂഷണം പറ്റി ആവാതിരിക്കട്ടെ. അങ്ങനെ ഞാൻ പറയുന്നത് നല്ല പോസിറ്റീവായ എല്ലാ കഥകളും ആയിട്ട് നമുക്ക് വരാം. കിട്ടുന്ന കഥകളായിട്ട് നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാം. ഇതിൽ ഞാൻ പോഡ്കാസ്റ്റിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള, അല്ല നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ളുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയക്കണ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അയക്കാം. അതുവരെ ഗുഡ് നൈറ്റ്, സ്റ്റേ സേഫ് അൺടിൽ, സോറി ഇങ്ങനെ ഞാൻ ഔട്ട്രോ ഞാൻ പറയണില്ല. ഏതായാലും നിങ്ങൾ അടിപൊളിയാക്കുക, പൊളിക്കുക. ഈ പോഡ്കാസ്റ്റ് ഒപ്പം തന്നെ നിൽക്കുക. നിങ്ങൾ അത്യാവശ്യം നിങ്ങൾ മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യും. നിങ്ങൾ ഇതുവരെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് ഏറ്റവും സന്തോഷം. അതാക്കല്ല നമുക്ക് പെരുത്തി ഇഷ്ടമാവും.